എസ് മീഡിയയുടെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറിയെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണിൻ്റെ ഘടന എങ്ങനെയാണ്, കണ്ണിന് ഏതൊക്കെ സ്തരപാളികളാണുള്ളത്, അതുപോലെ കണ്ണിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി കണ്ണിലെ സ്തരപാളികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കണ്ണിലെ പാളികൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ദൃഢപടലം. ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം. ഇവിടെ ശ്രദ്ധിക്കുക, ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ദൃഢപടലം. അത് കഴിഞ്ഞ് ഒരു റെഡ് കളറിൽ കാണപ്പെടുന്നത്, അതായത് ഒരു മധ്യഭാഗത്ത് കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന. അതൊരു മഞ്ഞ കളറിലാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ദൃഢപടലം, രക്തപടലം, പിന്നെ റെറ്റിന. ഏറ്റവും പുറമെയാണ് ദൃഢപടലം, അത് കഴിഞ്ഞ് രക്തപടലം, ഏറ്റവും ഉള്ളിലായിട്ട് റെറ്റിന. കണ്ണിലെ പാളികൾ. ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്നു. കണ്ണിന് ദൃഢത നൽകുന്നത് ആരാണ്? ദൃഢപടലമാണ്. അതുപോലെ അതിന് വെളുത്ത നിറമാണ് ഉള്ളത്. ബാഹ്യപാളിയാണ്. യോജക കലകളാൽ നിർമ്മിച്ചിരിക്കുന്നു. അപ്പം ദൃഢപടലം എന്ന് പറയുന്നത് കണ്ണിന് ദൃഢത നൽകുന്നു. അതുപോലെ തന്നെ വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. യോജക കലകളാൽ ആണ് ദൃഢപടലം നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ പാളിയായിട്ടുള്ള രക്തപടലം. രക്തപടലം എന്ന് പറയുന്നത് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. കൂടാതെ എന്തും കൂടിയാണ്? മധ്യപാളിയാണ്. രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ മധ്യപാളിയാണ് രക്തപടലം. ആ രക്തപടലം എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് രക്തപടലം. അതിൽ തന്നെ നമുക്ക് രക്തക്കുഴലുകൾ കാണപ്പെടുന്നു എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ്. മൂന്നാമത്തെ പാളിയാണ് ദൃഷ്ടിപടലം. ദൃഷ്ടിപടലം എന്ന് പറയുന്നത് ആന്തരപാളിയാണ്. ദൃഷ്ടിപടലം ആന്തരപാളിയാണ്. കൂടാതെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന വരെയാണ്, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഗ്രാഹികളാണ് പ്രകാശഗ്രാഹികൾ. അതെവിടെയാണ് കാണപ്പെടുന്നത്? റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലമാണ്. അതുപോലെ തന്നെ ആന്തരപാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഈ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു, അത് ഓർമ്മിച്ചു വെക്കാൻ. ദൃഷ്ടിപടലം, ദൃഷ്ടി എന്ന് പറയുന്നത് കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഗ്രാഹികളാണ് പ്രകാശഗ്രാഹികൾ. അപ്പോൾ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ്. അപ്പം 3 സ്തരപാളികളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ പാളികൾ എന്ന് പറയുന്നത്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ബാഹ്യപാളിയാണ് ദൃഢപടലം, മധ്യപാളി രക്തപടലം, പിന്നെ ദൃഷ്ടിപടലം. കണ്ണിന് ദൃഢത നൽകുന്നത് ദൃഢപടലം. രക്തപടലം എന്ന് പറയുന്നത് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. ഇത്രയാണ് കണ്ണിൻ്റെ പാളികൾ. ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, അതുപോലെ തന്നെ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിൻ്റെ ഭാഗങ്ങളെ പറ്റിയിട്ടാണ്. കണ്ണിന് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് കോർണിയ. കോർണിയ എന്ന് പറയുന്നത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? കോർണിയാണ്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? കോർണിയാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ്. അപ്പോൾ ആ ഭാഗം നമുക്ക് നോക്കാം. ഇതാണ് കോർണിയ. കോർണിയ എന്ന് പറയുന്ന ഭാഗം ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഈ ഭാഗമാണ് കോർണിയ. പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് തള്ളിയാണ് കോർണിയ ഇരിക്കുന്നത്. കണ്ടോ? കണ്ണിൽ നിന്ന് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ. അതുപോലെ തന്നെ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ആര് തന്നെയാണ്? കോർണിയയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഐറിസ്. ഐറിസ് എന്ന് പറയുന്നത് കോർണിയയുടെ പിൻഭാഗത്തായാണ് കാണപ്പെടുന്നത്. എന്താണ്? കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഏത് പാളിയുടെ ഭാഗമാണ്? രക്തപടലത്തിൻ്റെ ഭാഗമാണ്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നത്. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? കോർണിയയുടെ പിൻഭാഗത്തായാണ് ഐറിസ് കാണുന്നത്. രക്തപടലത്തിൻ്റെ ഭാഗമാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നുണ്ട്. അപ്പം ഐറിസ് നമുക്ക് ചിത്രത്തിലൊന്ന് നോക്കാം. ഐറിസ് എന്ന് പറയുന്നത് കണ്ടോ, കോർണിയയുടെ പിൻഭാഗത്തായാണ് കാണപ്പെടുന്നത്. ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്നു. ഐറിസ് കോർണിയയുടെ പിൻഭാഗത്ത്. അതുപോലെ തന്നെ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഇരുണ്ട നിറം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രക്തപടലത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ രക്തപടലം റെഡ് കളറിലാണ് കാണിച്ചിട്ടുള്ളത്. ആ റെഡ് കളറിൻ്റെ ഭാഗം അല്ലെങ്കിൽ രക്തപടലത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് കാണുന്നത്? ഐറിസ് കാണുന്നത്. അടുത്ത ഭാഗം ഇനി നോക്കാം. പീതബിന്ദു. പീതബിന്ദു എന്ന് പറയുന്നത് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, പീതബിന്ദു എന്ന് പറയുന്നത് എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശഗ്രാഹി കോശങ്ങൾ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നതാണ്. അത് കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് എവിടെയാണ്? പീതബിന്ദുവിലാണ്. അപ്പോൾ പീതബിന്ദു എന്ന് പറയുന്നത് നമ്മളുടെ ചിത്രത്തിൽ ഇതാ ഈ ഭാഗത്തായിട്ടാണ് എന്ത് കാണിച്ചിട്ടുള്ളത്? പീതബിന്ദുവിനെ കാണിച്ചിട്ടുള്ളത്. അടുത്ത ഭാഗമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെയാണ് ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കാണപ്പെടുന്നു, അല്ലെങ്കിൽ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്. കൺജങ്ക്റ്റൈവ ചിത്രത്തിൽ ഇതാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? കൺജങ്ക്റ്റൈവ. അത് കോർണിയയെ ആവരണം ചെയ്തിട്ടില്ല. ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതാണ് കോർണിയ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കോർണിയ. അതിനെ കൺജങ്ക്റ്റൈവ എന്ത് ചെയ്തിട്ടില്ല? ആവരണം ചെയ്തിട്ടില്ല. അടുത്ത ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അതായത് പ്രകാശ തീവ്രത എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രകാശം കൂടുതലായിട്ട് വരും, ചില സമയത്ത് പ്രകാശം കുറച്ചേ വരൂ. അതിനനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. അപ്പോൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ചിത്രത്തിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്യൂപ്പിൾ എന്ന് പറയുക. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ. ശ്രദ്ധിക്കുക, ഐറിസിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്? പ്യൂപ്പിൾ കാണുന്നത്. അടുത്ത ഭാഗമാണ് അന്ധബിന്ദു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് പീതബിന്ദുവാണ്. ഇനി പഠിക്കാൻ പോകുന്നത് അന്ധബിന്ദുവാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് എന്ത്? അന്ധബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം. ഇവിടെ പ്രകാശഗ്രാഹികൾ ഇവിടെ കാണപ്പെടാത്തതിനാൽ ഇവിടെ എന്തില്ല? കാഴ്ചയില്ല. മറ്റേത് പീതബിന്ദു എന്ന് പറയുന്നത് അവിടെ ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. അന്ധബിന്ദു എന്ന് പറയുന്നതിൽ തീരെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവിടെ കാഴ്ചയില്ല. അന്ധബിന്ദു ആ പേരിൽ തന്നെ ഉണ്ട്. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോൾ അന്ധബിന്ദുവിൽ എന്തില്ല? കാഴ്ചയില്ല. കാരണം എന്താ? അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാണ്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം അന്ധബിന്ദു. ഈ ഒരു നേത്രനാഡി ആരംഭിക്കുന്ന ഈ ഭാഗത്തായി കാണപ്പെടുന്നതാണ് എന്ത്? അന്ധബിന്ദു എന്ന് പറയുന്നത്. നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗത്തായിട്ട് കാണുന്നതാണ് എന്ത്? അന്ധബിന്ദു. അടുത്ത ഭാഗമാണ് അന്ധബിന്ദു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ലെൻസാണ്. നമ്മളുടെ കണ്ണിന് എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട് അല്ലേ? ഈ ലെൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സുതാര്യമാണ്. സുതാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ കടത്തിവിടുന്നുണ്ട്. സുതാര്യമാണ്.
ഇലാസ്റ്റികതയുള്ളതാണ്, ഇലാസ്റ്റികതയുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ്. അതുകൂടാതെ സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സുതാര്യമാണ്, ഇലാസ്റ്റികതയുള്ളതാണ്, കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. അപ്പം ചിത്രത്തിൽ നമ്മളുടെ ലെൻസ് കാണാം. ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് ലെൻസ്. ആ ലെൻസ് സുതാര്യമാണ്, അതുപോലെ തന്നെ ഇലാസ്റ്റികതയുള്ളതാണ്, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. കൂടാതെ നമ്മൾ പറഞ്ഞു ഇവിടെ സീലിയറി പേശികളുണ്ട്. ഈ സീലിയറി പേശികൾ ഇതാണ് സ്നായുക്കൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതാ ചരട് പോലെ കാണപ്പെടുന്നില്ലേ, ഈ ലെൻസിൻ്റെ ഇരുവശത്തുമായിട്ട് ചരട് പോലെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്ത്, സ്നായുക്കൾ. ഈ സ്നായുക്കൾ മുഖേന ലെൻസ് സീലിയറി പേശിയുമായി, ഇതാണ് സീലിയറി പേശി. ഈ സീലിയറി പേശിയും ലെൻസുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്, സ്നായുക്കളാണ്. ആരാണ്, സ്നായുക്കളാണ്. ഇവിടെയും സ്നായുക്കൾ കാണുന്നുണ്ട്, ഇവിടെയും സ്നായുക്കൾ കാണുന്നുണ്ട്. അവരാണ് ഈ സീലിയറി പേശിയുമായിട്ട് ലെൻസിനെ ബന്ധിപ്പിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുമ്പോൾ ലെൻസ് കോൺവെക്സ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത്, പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാഡി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നേത്രനാഡി. നേത്രനാഡി എന്ന് പറയുന്നത് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കണം. അതായത് നമ്മളുടെ കണ്ണിൽ നമ്മളൊരു പ്രതിബിംബത്തെ രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ, ഇത് നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാഴ്ച സാധ്യമാകൂ. അപ്പോൾ ഈ ആവേഗത്തെ, നമ്മളെ കണ്ണിലുണ്ടായ ആ ആവേഗത്തെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് നേത്രനാഡി എന്ന് പറയുന്നത്. നേത്രനാഡി നമ്മൾ നേരത്തെ കണ്ടതാണ്. എവിടെയാണ് ഇരിക്കുന്നത്, ഈ ഒരു ഭാഗമാണ് എന്ത്, നേത്രനാഡി എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്ത് പറയുക, നേത്രനാഡി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭാഗമാണ് സീലിയറി പേശികൾ. സീലിയറി പേശികൾ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കാം. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ്. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് എന്ത്, സീലിയറി പേശികൾ എന്ന് പറയുന്നത്. അപ്പം ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗമാണ് എന്ത്, സീലിയറി പേശികൾ. അത് വൃത്താകൃതിയിലുള്ള എന്താണ്, പേശിയാണ്. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥയും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പോൾ ഇവ സങ്കോചിക്കാറുണ്ട്, അതുപോലെ തന്നെ വിശ്രമാവസ്ഥ പ്രാപിക്കാറുണ്ട്. അതാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത്. ഇതാണ് എന്ത്, ലെൻസ്. ഈ സീലിയറി പേശിയുമായി ബന്ധിപ്പിച്ച ഈ ചരട് പോലെയുള്ള ഭാഗമാണ് എന്ത്, നേരത്തെ പറഞ്ഞ സ്നായുക്കൾ. അപ്പോൾ ലെൻസിന് ചുറ്റും വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പേശിയാണ് സീലിയറി പേശി. അതുപോലെ തന്നെ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് സീലിയറി പേശികൾ. അടുത്തത് കണ്ണിലെ ദ്രവങ്ങളാണ്. കണ്ണിലെ ദ്രവങ്ങൾ, അതിൽ രണ്ട് തരം ദ്രവങ്ങളാണുള്ളത്, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. രണ്ട് ദ്രവങ്ങളാണുള്ളത്, അക്വസ് ദ്രവം അതുപോലെ തന്നെ വിട്രിയസ് ദ്രവം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ, കോർണിയയ്ക്കും ലെൻസിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ നമ്മൾ നോക്കിയാൽ എവിടെയാണ് കോർണിയ, ഇതാണ് കോർണിയ. കോർണിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കോർണിയ. ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അക്വസ് അറ എന്ന് പറയുന്നത് ഈ ഒരു അറയാണ് എന്ത്, ഇവിടെ ഒരു സ്പേസ് കാണുന്നില്ലേ, ഈ അറയാണ് എന്ത്, അക്വസ് അറ. അവിടെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അക്വസ് ദ്രവം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ്, രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അപ്പം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരാണ്, അക്വസ് ദ്രവമാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്.
രണ്ടാമതായി പഠിക്കാനുള്ളത് വിട്രിയസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് കാണുന്നത്. നമുക്ക് ചിത്രത്തിൽ നോക്കാം, ലെൻസും റെറ്റിനയും എവിടെയാണ്. അപ്പം ലെൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് എന്ത്, ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ റെറ്റിന എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന ഈ ഭാഗമാണ്. അപ്പം ഈ ഒരു അറയാണ് എന്ത്, വിട്രിയസ് അറ. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ദ്രവമാണ് എന്ത്, വിട്രിയസ് ദ്രവം. അപ്പോൾ വിട്രിയസ് ദ്രവം എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണ് എന്ത്, വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അതിൻ്റെ ധർമ്മം എന്താണ്, കണ്ണിന്, നമുക്ക് എല്ലാവർക്കും കണ്ണിന് ഒരു ആകൃതി ഉണ്ട് അല്ലേ, ആ ആകൃതി നിലനിർത്തുന്നത് ആരാണ്, വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ണിൻ്റെ ഘടനയിൽ പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ കണ്ണിൻ്റെ പാളികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ ദൃഢത നൽകുന്ന ദൃഢപടലവും, അതുപോലെ മധ്യപാളിയായ രക്തപടലം, അതുപോലെ തന്നെ ആന്തരപാളിയായ ദൃഷ്ടിപടലം, ബാഹ്യപാളി ഏതാണ്, ദൃഢപടലമാണ്. അതുപോലെ തന്നെ കോർണിയ പഠിച്ചു. ഐറിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെലാനിനാണ്. മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു അതിന് ഇരുണ്ട നിറം നൽകുന്നുണ്ട്. പീതബിന്ദു, കാഴ്ച, തെളിമയുള്ള പ്രതിബിംബം, ഏറ്റവും കൂടുതൽ തെളിമയുള്ള പ്രതിബിംബം എവിടെയാണ് വരുന്നത്, പീതബിന്ദുവിലാണുള്ളത്, ഇവിടെയാണ് രൂപപ്പെടുന്നത്. കാരണം എന്താ, പ്രകാശഗ്രാഹി കോശങ്ങൾ രൂപപ്പെടുന്നത്, പ്രകാശഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, പീതബിന്ദുവിലാണ്. അതുകൊണ്ടാണ് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം എന്ന് പീതബിന്ദുവിനെ പറയുന്നത്. പിന്നെ പറഞ്ഞത് കൺജങ്ക്റ്റീവയാണ്, കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെയാണ് ആവരണം ചെയ്യുന്നത്. പ്യൂപ്പിൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ധബിന്ദുവാണ്, ഇവിടെ കാഴ്ചയില്ല, കാരണം പ്രകാശഗ്രാഹികൾ ഇല്ലാത്തത് കൊണ്ടാണ് കാഴ്ചയില്ലാത്തത്. പിന്നെ ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്, സുതാര്യവും ഇലാസ്റ്റികതയുമായിട്ടുള്ളതാണ് ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് നേത്രനാഡി ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. സീലിയറി പേശികൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ്. ലെൻസിൻ്റെ വക്രതയെ ക്രമീകരിക്കുന്നത് ഈ സീലിയറി പേശികളുടെ സങ്കോചവും അതുപോലെ തന്നെ വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ്. പിന്നെ കണ്ണിലെ ദ്രവങ്ങൾ അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് അക്വസ് ദ്രവവും. വിട്രിയസ് ദ്രവം എന്ത് ചെയ്യുന്നു, കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്നു. ഇന്ന് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ബയോളജി ക്ലാസ്സിൽ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ബയോളജി ക്ലാസ്സിൽ കാണാം.